നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഹൈക്കോടതി ഉണ്ടെങ്കിൽ ഹൈക്കോടതി പെറ്റീഷൻ കൊടുക്കണം. അവിടെ ഹൈക്കോടതിയോട് പറയണം, ഹൈക്കോടതി എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. എന്തായാലും ശരി, നമ്മളെല്ലാം സർക്കാർ സംവിധാനം മാത്രമല്ല, ജനങ്ങൾക്ക് ദ്രോഹകരമായിട്ടുള്ളത് അവസാനിപ്പിക്കാൻ ലോക്കൽ ബോഡീസൊക്കെ ചെയ്യണം. എന്നാലും ഗവൺമെൻറ് അത് പരിശോധിച്ച് മാറ്റാൻ കഴിയുന്നതാണെങ്കിൽ മാറ്റുന്നതാണ്. ടോളുകൾ ഇപ്പോൾ 6 അവസാനിപ്പിച്ച് 7 അവസാനിപ്പിച്ചില്ലേ. ഗവൺമെൻറ് ടോൾ ഫ്രീ സ്റ്റേറ്റിന് വേണ്ടിയാണ് നിൽക്കുക, ടോളിന് വേണ്ടിയല്ല. പ്രൊഫസർ എൻ ജയരാജ്. സാറിൻ്റെ നിയോജകമണ്ഡലത്തിലെ ഈ പാലാ പൊൻകുന്നം റോഡ് KSTP അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഈ പൊൻകുന്നം മുതൽ പുനലൂർ വരെയുള്ള 2ാം ഘട്ട പ്രവർത്തനങ്ങൾ എപ്പോഴത്തേക്ക് ആരംഭിക്കാൻ കഴിയും? അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്, കാഞ്ഞിരപ്പള്ളിയുടെ ഏറ്റവും വലിയ ശാപം, കാഞ്ഞിരപ്പള്ളി മാത്രമല്ല കിഴക്കൻ മേഖലയിൽ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നുണ്ട്. ഈ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് 20 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിക്കുകയും ചെയ്താണ് സ്ഥലം ഏറ്റെടുക്കാൻ. പക്ഷേ അതിൻ്റെ സോഷ്യൽ അസസ്മെൻറ്റ് സ്റ്റഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവരെ നടപ്പാക്കിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ത്വരിതപ്പെടുത്താനുള്ള നടപടികൾ കൂടെ സ്വീകരിക്കും. അങ്ങ് ഉന്നയിച്ച പ്രശ്നം വിശദമായി പരിശോധിക്കാം. അങ്ങയുടെ സഹകരണത്തോട് തമ്മിൽ പ്രത്യേക കോൺഫറൻസ് വിളിച്ചു കൂട്ടി അത് പ്രത്യേകം പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് തരികയാണ്. ശ്രീ പ്രദീപ് കുമാർ. ഈ കിഫ്ബി വഴിയൊക്കെ ചെയ്യുന്ന പുതിയ പ്രോജക്റ്റുകളെല്ലാം നന്നായി ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. സർ, കോഴിക്കോട് അടുത്ത് പൂർത്തിയായിട്ടുള്ളൊരു കെട്ടിടത്തിൻ്റെ അനുഭവമുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു കെട്ടിടമാണ്, കോടികൾ ചെലവഴിച്ച പഴയ മലബാർ പാക്കേജിൻ്റെ ഭാഗമായിട്ട് വന്ന. സർ, അത് സമുദ്രതീരത്തുള്ള കെട്ടിടത്തിൻ്റെ മേലെ റൂഫിംഗ് നടത്തിയത് മുഴുവൻ ഷീറ്റ് വെച്ചിട്ടാണ്. 2 വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും അത് തുരുമ്പെടുത്തു പോകും. സംഭവിച്ചതെന്താ? അതിൻ്റെ ഡിസൈൻ ചെയ്തത് ഇവിടുത്തെ ആർക്കിടെക്ചർ വിങ്ങാണ്. അവർ സൈറ്റ് വന്ന് കാണാതെ ഇത് സമുദ്രതീരത്താണോ മലയോരത്താണോ എന്ന് പഠിക്കാതെയാണ് സർ ഇത് ചെയ്തത്. ഈ സാഹചര്യം ആവർത്തിക്കുന്നതിന് അവരെ കുറ്റം പറയില്ല. അവസാനിപ്പിക്കാം സർ, ഞാൻ പറയുന്നു, ഇതിന് ചെയ്യേണ്ടത് നമ്മുടെ ഡിസൈൻ വിങ്, ആർക്കിടെക്ചർ വിങ്ങിൻ്റെ റീജിയണൽ ഓഫീസുകൾ ഇപ്പം എറണാകുളത്ത് അതുപോലെ കോഴിക്കോടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആളുകൾ വളരെ കുറവാണ്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാവും. അതിന് ബഹുമാനപ്പെട്ട മന്ത്രി മുൻകൈ എടുക്കുമോ ഈ ഡിസൈനിങ്ങിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ എന്നതാണ് അറിയേണ്ടത് സർ. ഞാൻ പറഞ്ഞല്ലോ, റോഡുകൾക്ക് കൂടി, അതായത് പ്രധാനപ്പെട്ട റോഡുകൾക്കെല്ലാം ഡിസൈൻ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട്ട് ഈ പറഞ്ഞ കാര്യം തൊട്ടു മുമ്പ് നടന്നൊരു കാര്യമാണ്, അതും പരിശോധിക്കാം. യെസ്, ചോദ്യം നമ്പർ 542 ശ്രീ പാറക്കൽ അബ്ദുള്ള, ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി. സാറേ, സംസ്ഥാനത്ത് ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ച് പ്രസിദ്ധീകരിച്ചത് 1/4/2010 അതിനു മുമ്പ് ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് ഭൂമി വില നിശ്ചയിച്ചിരുന്നത് 1894 കേന്ദ്ര സ്ഥലമെടുപ്പ് ആക്റ്റും 1990 കേരള സ്ഥലമെടുപ്പ് ചട്ടങ്ങളും പ്രകാരമാണ്. പൊന്നും വില നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് 4-1 വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തിയ തീയതികളിൽ വസ്തുവിനുള്ള കമ്പോള വില അനുസരിച്ചാണ്. സെക്ഷൻ 23(1)(1) LA ആക്ട് 1894 അതിനായി കേരള സ്ഥലമെടുപ്പ് ചട്ടം 10 പ്രകാരം സമാന ഭൂമികളുടെ വിലയാധാരങ്ങൾ പരിശോധിക്കുന്നതിന് 4-1 വിജ്ഞാപന തീയതിക്ക് മുമ്പ് 3 വർഷ കാലയളവിൽ നടത്തിയിട്ടുള്ള യോഗ്യമായ വിലയാധാരങ്ങൾ പൊന്നുവില ഭൂമിയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽപ്പെട്ട വസ്തുക്കളുടെ വിലയാധാരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഭൂമി വില നിശ്ചയിക്കുന്നത്. 1/1/2014 പുതിയ നിയമപ്രകാരമുള്ള പൊന്നുവില നടപടിക്ക് ആക്ടിലെ 2ാം പട്ടികയിൽ നൽകിയിട്ടുള്ള പാക്കേജും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രത്യേക പ്രോജക്റ്റുകൾക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് കൂടുതൽ ആനുകൂല്യം നൽകിക്കൊണ്ട് ഈ പാക്കേജിൽ ഏർപ്പെടാൻ സർക്കാരിന് സാധിക്കും. സാധാരണയായി പൊന്നുവില നടപടികൾക്ക് അടിസ്ഥാന വില നിശ്ചയിക്കുന്നതിന് വില കുറച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിലയാധാരങ്ങൾ സ്വീകരിക്കാറില്ല. സമീപ ഭൂമികളുടെ കമ്പോള വിലയ്ക്ക് യോജിക്കുന്ന വിലയാധാരങ്ങൾ മാത്രമേ വില നിശ്ചയിക്കുന്നതിന് പരിഗണിക്കുകയുള്ളൂ. എന്നാലും പൊന്നുവില നിയമപ്രകാരം വിലയാധാരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന വില മാത്രമേ പൊന്നുവില നഷ്ടപരിഹാരത്തിന് നിയമപ്രകാരം നൽകാൻ നിർവാഹമുള്ളൂ. സർ, ഇതോടൊപ്പം നിയമത്തിൽ അനുശാസിക്കുന്ന 30% സമാശ്വാസം, 12% അധിക ഭൂമി വില എന്നിവ കൂടി ഇതിനു കൂടെ നൽകുന്നു. നഷ്ടപരിഹാരം കുറഞ്ഞുപോയി എന്ന് പരാതിയുള്ള പൊന്നുവില കേസുകളെ കോടതിയിൽ റഫർ ചെയ്യുന്നതിന് നിയമം നിഷ്കർഷിക്കുന്നു. കോടതി വിധി പ്രകാരം ഭൂമി വില വർദ്ധിപ്പിക്കുന്ന കേസുകളെ കോടതി വിധിക്ക് അനുസൃതമായി കൂടിയ നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. വിധി പ്രകാരം ലഭിക്കുന്ന ഉയർന്ന നഷ്ടപരിഹാരത്തിന് ആദ്യത്തെ 1 വർഷം 9%, പിന്നീടുള്ള വർഷങ്ങൾക്ക് 15% നിരക്കിൽ പലിശയും നൽകുന്നുണ്ട്. പുതിയ പൊന്നുവില നിയമം 2014 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരികയും ആയതിൽ സെക്ഷൻ 25 മുതൽ 30 വരെ പറയുന്ന രീതിയിൽ നഷ്ടപരിഹാരം 100% ശലേഷ്യം, 12% അധിക വില എന്നിവ ഉൾപ്പെടെ ഭൂ ഉടമകൾക്ക് ലഭിക്കുകയും
പൊന്നുവില നടപടികൾ ബാധിക്കപ്പെടുന്ന എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും നിയമത്തിലെ ഷെഡ്യൂൾ 2 പറയുന്ന R&R നൽകുന്നുണ്ട്. ഡി. നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുത്തിട്ടുള്ള കേസുകളിൽ വില സംബന്ധിച്ച പരാതി ഉണ്ടെങ്കിൽ ആയത് സബ് കോടതിയിലേക്ക് റഫർ ചെയ്യുകയും കോടതിയിൽ കേസ് പരിഗണിച്ച് വില സംബന്ധിച്ച വിധി ലഭിച്ചാൽ അത്തരത്തിലുള്ള കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമിയുടെ അടിസ്ഥാന വില ഉയർത്താൻ നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ളൂ. അങ്ങനെ ലഭിക്കുന്ന കേസുകളെ പലിശ സഹിതം നഷ്ടപരിഹാരം ഉയർത്തി നൽകുന്നതുമാണ്. ശ്രീ പാറക്കൽ അബ്ദുള്ള. സർ, പൊതു ആവശ്യത്തിന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പല കാലഘട്ടങ്ങളിലായി പരിഷ്കരിച്ചിട്ടുണ്ട്. നിലവിലുള്ള പാക്കേജ് ഉടമകൾക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറെ ഗുണകരമാണ്. മാർക്കറ്റ് വിലയും മറ്റാനുകൂല്യങ്ങളും ഉഭയകക്ഷി ചർച്ചയിലൂടെ നെഗോസിയേഷനിലൂടെ തീരുമാനിക്കുകയാണിപ്പോൾ. മാത്രമല്ല, ഭൂമി പൂർണ്ണമായും വിട്ടുകൊടുക്കേണ്ടി വരുന്നവർക്ക് വീട് വെക്കാനുള്ള സ്ഥലവും അതുപോലെ വ്യാവസായിക ആവശ്യത്തിനാണെങ്കിൽ ഭൂമി വിട്ടുകൊടുക്കുന്ന കുടുംബത്തിലെ ഒരാൾക്ക് അവിടെ ജോലി നൽകാനുള്ള വ്യവസ്ഥയുമൊക്കെ നിലവിലെ പാക്കേജിലുണ്ട്. അതുകൊണ്ട് ഭൂമി വിട്ടു നൽകാൻ ഭൂവുടമകൾ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഇന്ന് കാണുന്നുണ്ട്. സാർ, എൻ്റെ ചോദ്യം 2010 ഫെയർ വാല്യൂ നിശ്ചയിക്കുന്നതിന് മുമ്പ് വിവിധ പൊതു ആവശ്യങ്ങൾക്കായി സർക്കാർ ഭൂമി അക്വയർ ചെയ്യുമ്പോൾ അതിന് നഷ്ടപരിഹാര തുക കണക്കാക്കാൻ സ്വീകരിച്ച മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതാണ്. സർ, അത് വളരെ വ്യക്തമായി ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 1894 നിലവിലുണ്ടായിരുന്ന നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിനു മുമ്പ് വില നിശ്ചയിച്ചിരുന്നതും അതിൻ്റെ അടിസ്ഥാനത്തെ വില നിർണ്ണയം നടത്തി ഈ ഭൂമിയുടെ വില അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് ഉണ്ടായിരുന്നതെന്ന് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് സാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2010 ഫെയർ വാല്യൂ നിശ്ചയിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ വളരെ വ്യത്യസ്തമായിരുന്നു. സ്റ്റാമ്പ് ഡ്യൂട്ടി ലഭിക്കാൻ ഭൂമിയുടെ വില വളരെ താഴ്ത്തിയ ആധാരങ്ങളിൽ കാണിക്കാറുണ്ടായിരുന്നുള്ളൂ. സെൻറ്റിന് 1 ലക്ഷം രൂപ വിലയുള്ളിടത്ത് 10,000 രൂപ പോലും ആധാരത്തിൽ വില കാണിക്കാറില്ല. പൊതു ആവശ്യത്തിന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിന് ഇപ്രകാരം വില കുറച്ച് രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളിലെ ക്രയവിലയാണ് അടിസ്ഥാനമാക്കിയിരുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട വിലയുടെ 10% പോലും അത്തരക്കാർക്ക് ലഭിക്കുന്നില്ല. സ്വാഭാവികമായും അവർ കോടതിയെ സമീപിക്കും. എന്തെങ്കിലും വിലവർദ്ധനവ് കോടതി അനുവദിച്ചാൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അപ്പീലിന് പോകും. അപ്പോൾ ഇവർ മേൽക്കോടതിയെ സമീപിക്കും. ചുരുക്കത്തിൽ കൊടുത്ത ഭൂമിക്കുള്ള വിലയും കിട്ടുന്നില്ല, കയ്യിലുള്ള കാശ് കോടതിയിൽ ചിലവഴിക്കേണ്ടി വരികയും ചെയ്യുന്ന ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് പരിഹാരം. സർ, ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചൊരു വിഷയം അത് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. വില കുറച്ച് വിലയാധാരം രേഖപ്പെടുത്തുന്നു, രജിസ്റ്റർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വേണ്ട സ്റ്റാമ്പ് ഡ്യൂട്ടി കാണിക്കാതെ അത് ആരെങ്കിലും വ്യക്തികൾ അത്തരമൊരു രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനല്ല സർ. ഗവൺമെൻറ്റിന് കിട്ടേണ്ട പണം യഥാർത്ഥത്തിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത്തരം ഭൂമികൾ അക്വയർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ വില കുറഞ്ഞു പോകുന്നു എന്ന് പരിതപിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം സ്വാഭാവികമായും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അക്വിസേഷൻ നടപടികൾ സ്വീകരിക്കുന്നത് സമീപമുള്ള 5 കിലോമീറ്ററിനകത്ത് ചൂണ്ടിക്കാണിച്ച പ്രകാരം ഏറ്റവും അവിടെ ഉണ്ടായിരുന്ന രജിസ്ട്രേഷൻ 3 വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ള രേഖകൾ പരിശോധിച്ച് അതിൻ്റെ ആവറേജ് കണക്കാക്കിയാണ് വില നിശ്ചയിക്കുന്നത്. അപ്പോൾ വില കുറച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനല്ല എന്നതാണ് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, പ്ലീസ്. പാറക്കൽ അബ്ദുള്ള. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സർ, ന്യായവില നിശ്ചയിച്ചപ്പോൾ ഉണ്ടായ അപാകതകൾ പരിഹരിക്കാൻ കലക്ടർമാർക്ക് മുമ്പിൽ അപ്പീലുകൾ നൽകാൻ സമയമുണ്ടായിരുന്നു. സമയം കഴിഞ്ഞുപോയ അപ്പീലുകൾ കൊടുക്കാൻ കഴിയാതെ പോയ ന്യായമായ കേസുകളിൽ അപ്പീലുകൾ നൽകാൻ സമയം അനുവദിക്കുമോ? അത് സമയബന്ധിതമായി തീർപ്പാക്കാൻ നടപടി സ്വീകരിക്കുമോ? സർ, ഈ ന്യായവില നിശ്ചയിക്കുന്നത് സ്റ്റാമ്പ് ആക്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിന് 2010 RDOമാരെയാണ് ഇത് ചുമതലപ്പെടുത്തിയിരുന്നത്. സ്റ്റാമ്പ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ന്യായവില, ആ ന്യായവിലയുടെ കാര്യത്തിൽ ആർക്കെങ്കിലും ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ബോധിപ്പിക്കാനുണ്ടായ സമയത്ത് യഥാർത്ഥം ചെയ്തിട്ടില്ലെങ്കിലും 2015 കൂടി ഇപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. 5 വർഷക്കാലത്തേക്കാണ് 2010 നിശ്ചയിച്ച ന്യായവില. ഇപ്പോൾ 2015 തുടർന്ന് ഇപ്പോൾ നിലവിലുള്ളതിൻ്റെ 50% വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ന്യായവിലയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ശ്രീ പി കെ ബഷീർ. സർ, എനിക്കൊരു വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. സർ, ഈ റോഡുകൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വലിയ ടൗണുകളിൽ, അതായത് ഗ്രാമങ്ങളിലെ അങ്ങാടികളൊക്കെ വളരെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡ് വീതി കൂട്ടുന്ന സമയത്ത്
റോഡിൻ്റെ ഇരു സൈഡുകളും 2 മീറ്റർ സ്ഥലം ഓരോ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളുടെ മുമ്പിൽ വീതി കൂട്ടാൻ ആളുകൾ തരാൻ തയ്യാറാണ്. അവർക്ക് ഒരു ചെറിയ ഒരു നഷ്ടപരിഹാരം, അതായത് ഇപ്പോൾ വില നിശ്ചയിച്ച് നമുക്ക് വരുമ്പോൾ അത് സെൻറ്റ് ഉണ്ടാവില്ല, സെൻറ്റിനേക്കാളും വളരെ കുറവായിരിക്കും. അതിന് ഒരു ചെറിയ എമൗണ്ട് നിശ്ചയിച്ച് അങ്ങനെ ഈ 2 മീറ്റർ ഈ 2 മീറ്റർ 3 മീറ്റർ ഫ്രണ്ടിൽ സ്ഥലം വിട്ടു തരുന്നവർക്ക് ഒരു ചെറിയ ഒരു സംഖ്യ ഒരു പാക്കേജ് നഷ്ടപരിഹാരം നിശ്ചയിച്ച് കൊടുക്കാൻ സർക്കാർ തയ്യാറാണ്. സാർ ഞാനിത് പറയാൻ കാരണം ഞാനിത് പറയാൻ കാരണം എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ നാട്ടിൽ സാർ ജനങ്ങൾ റോഡ് വീതി കൂട്ടാൻ സൗജന്യമായി ടൗണിൽ 2 മീറ്റർ വീതം ഇരുഭാഗങ്ങളും സ്ഥലം സൗജന്യമായി തന്നു. സൗജന്യമായി തരുമ്പോൾ സാർ പിന്നെ അവരുടെ മറ്റേ റൂമുകൾ പോയിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ നഷ്ടപരിഹാരം ഒരു പാക്കേജായിട്ട് കൊടുക്കാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും റവന്യൂ മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഈ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. സർ, ഈ കാര്യത്തിൽ 2013 വന്നിട്ടുള്ള കേന്ദ്ര നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി 1/1/2014 മുതൽ നിലവിലിരിക്കുന്ന അക്യുസേഷൻ്റെ നിയമം അനുസരിച്ച് തന്നെ ഭാഗികമായി ഏതെങ്കിലും ചെറിയ തോതിൽ പോലും ബാധിക്കുന്ന ആളുകൾക്ക് സമാശ്വാസമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വ്യവസ്ഥയുണ്ട്. അത്തരം കേസുകളിൽ തീർച്ചയായും ഇത് പരിശോധിച്ച് നടപടി സ്വീകരിക്കാവുന്നതാണ്. ശ്രീ പി കെ അബ്ദുറബ്. സർ, താങ്കളുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ D നമ്പർ മറുപടിയിൽ നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുത്തിട്ടുള്ള കേസുകളിൽ വില സംബന്ധിച്ച പരാതി ഉണ്ടെങ്കിൽ അത് സബ് കോടതിയിലേക്ക് റെഫർ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സർ, നെഗോഷിയേറ്റഡ് പർച്ചേസിൽ ജില്ലാ കളക്ടറാണ് ഈ നെഗോഷിയേഷൻ കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ചില സന്ദർഭങ്ങളിലൊക്കെ അതും സ്ഥലമുടമകൾ അംഗീകരിക്കാൻ തയ്യാറാവാതെ വരുന്ന സാഹചര്യത്തിൽ കോടതിയിൽ പോകാമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. കോടതിയിൽ പോയാൽ സാധാരണഗതിയിൽ ഏത് വികസന പ്രവർത്തനങ്ങളും കാലതാമസം വരാൻ, കോടതിയുടെ വിധി വരാൻ കാത്തിരിക്കുന്ന അവസ്ഥയുണ്ടാകും. അതിനു പകരം ജില്ലാ കലക്ടറുടെ മേലെ ഒരു അപ്പലേറ്റ് അതോറിറ്റി ഇതിൻ്റെ വില നിർണ്ണയത്തിന് വേണ്ടി രൂപീകരിക്കാൻ തയ്യാറാകുമോ എന്നാണ് എനിക്കറിയാം. സാർ, ഈ നഷ്ടപരിഹാരം നൽകുന്നതിന് നേരത്തെ ഉണ്ടായിരുന്ന നിയമമനുസരിച്ച് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട വില ലഭിച്ചില്ല എന്ന് തോന്നുന്ന ഭൂവുടമക്ക് കോടതിയെ സമീപിക്കുന്ന നടപടിയാണ് തുടർന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ തീർച്ചയായും നിലവിലുള്ള നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ ഇവിടെ ലാൻഡ് അക്വിസിഷൻ സെറ്റിൽമെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടി വ്യവസ്ഥയുണ്ട്. അതിപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ മുമ്പിൽ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ അത്തരം ഫയൽ നിൽക്കുകയാണ്. ശ്രീ കെ രാജൻ. ഇവിടെ ഈ ലാൻഡ് അക്വിസിഷൻ നമ്മുടെ സംസ്ഥാനത്ത് ആകെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച റോഡുകൾ ഉൾപ്പെടെ ചെറിയൊരു വിഭാഗം ആളുകളുടെ തർക്കം കൊണ്ട് കാലങ്ങളോളം നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. നഷ്ടപരിഹാരം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പി കെ ബഷീർ ചോദിച്ചതുപോലെ പുതിയ ലാൻഡ് അക്വിസിഷൻ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരമുള്ള നഷ്ടപരിഹാരമല്ലാതെ നമുക്ക് നെഗോഷിയേറ്റഡ് പർച്ചേസിലൂടെ നഷ്ടപരിഹാരം നൽകാനുള്ളൊരു സംവിധാനത്തെ കുറെ കൂടി സ്പീഡാക്കി അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. അക്കാര്യത്തിൽ ഗവൺമെൻറ് ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുമോ എന്നാണ് എനിക്ക് സാർ, ഇവിടെ ലാൻഡ് അക്വിസിഷൻ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം ഏതെങ്കിലും പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജില്ലാതലത്തിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള വ്യവസ്ഥ നിലവിൽ തന്നെ ഉണ്ട്. ഡിസ്ട്രിക്ട് ലെവൽ പർച്ചേസ് കമ്മിറ്റിയുടെ DLPC അതിൻ്റെ നേതൃത്വത്തിൽ അത്തരം വിഷയങ്ങൾ പരിശോധിച്ച് ആവശ്യമായ വില നിർണ്ണയം നടത്തി തദ്ദേശമായി നിലനിൽക്കുന്ന വിലയെ അടിസ്ഥാനപ്പെടുത്തി കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ വില നിശ്ചയിച്ച് SLECയുടെ പരിഗണനയിൽ കൊണ്ടുവന്ന് സ്റ്റേറ്റ് ലെവലിലുള്ള കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിധേയമായി അത് നടപടി സ്വീകരിക്കുന്നതിനുള്ള വ്യവസ്ഥ നിലവിലുള്ളതാണ്. ശ്രീ മോൻസ് ജോസഫ്. പോലെ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിൽ വന്ന് വർഷങ്ങളോളം ഇവിടെ തീരുമാനമാകാതെ നിൽക്കുന്ന അവസ്ഥ ഭൂമി ഏറ്റെടുക്കേണ്ട കാര്യത്തിൽ നിൽക്കുകയാണ്. സർ, നമുക്ക് തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ പോലും അന്യായമായ കാലതാമസം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗൗരവമായി ഗവൺമെൻറ് കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. സർ, ഇക്കാര്യത്തിൽ പുതിയ കേന്ദ്ര നിയമം വന്നതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് സ്പെഷ്യൽ റൂൾസ്, ഭൂമി എടുക്കുന്നതിനുള്ള സ്പെഷ്യൽ റൂൾസ് നിലവിൽ വന്നിട്ടുണ്ടോ? ഇത് എത്രയും പെട്ടെന്ന് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിന് ഗവൺമെൻറ് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? സർ, അതോടൊപ്പം തന്നെ ഈ ഭൂമി ഏറ്റെടുക്കലിലെ കാലതാമസം കണക്കിലെടുത്ത് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നെഗോഷ്യബിൾ പർച്ചേസ് അനുസരിച്ച് ഭൂമി എടുക്കുന്നത് വളരെ സ്വാഗതാർഹമാണ്. മെച്ചപ്പെട്ട വില വസ്തു തരുന്നവർക്ക് കിട്ടാൻ സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ്. സാർ, ഇത് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി ഓരോ ജില്ലയിലും ഇപ്പോൾ ബഡ്ജറ്റിൽ വന്ന വർക്കുകളോ അടിയന്തര പ്രാധാന്യമുള്ള വർക്കുകളോ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് പ്രത്യേകമായൊരു ഇടപെടൽ നടത്തുന്നു? സർ, ബഹുമാനപ്പെട്ട മെമ്പർ ആദ്യം ചൂണ്ടിക്കാണിച്ച രീതിയിൽ SLECയുടെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വന്ന് ഇപ്പോഴും തീരാതെ കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞത്
ഏത് കാലത്തേതാണെന്നും ഏതാണ് കേസെന്നും ചൂണ്ടിക്കാണിച്ചാൽ പരിശോധിക്കാവുന്ന കാര്യമാണ്. മറ്റൊന്ന്, ജില്ലാതലത്തിൽ ഈ നെഗോഷിയേറ്റ് ചെയ്ത് ആലോചനകൾ നടത്തി പരസ്പരം വിളിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനുള്ള നടപടികൾക്ക് ജില്ലാതലത്തിൽ കളക്ടർമാരെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അവർക്ക് ആ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ SLDC അതിൽ തീരുമാനമെടുക്കാനും കഴിയുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കകത്ത് തന്നെ അത്തരം റിപ്പോർട്ടുകൾ ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇവിടെ SLDCയുടെ 19-ാം തീയതി ചേർന്നിരുന്നു, ഇന്ന് 27-ാം തീയതി ചേരുന്നുണ്ട്. ആഴ്ചയിലൊരിക്കൽ വീതം ചേരുന്ന ഒരു സംവിധാനമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ കാലതാമസം ഉണ്ടായി എന്ന് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. മറ്റു കാര്യം, നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. പ്രയാസം പലപ്പോഴും പല ജില്ലകളിൽ നിന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും പൊതുവായി അത് സംബന്ധിച്ചൊരു തീരുമാനമെടുത്ത് നടപ്പാക്കണമെന്നതാണ് ഉദ്ദേശിക്കുന്നത്. പല ജില്ലകളിലും അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ശ്രീ രാജു എബ്രഹാം പെട്ടെന്ന്. ഇറിഗേഷൻ വകുപ്പിൻ്റെ എൻ്റെ മണ്ഡലത്തിലുള്ള ഒരു ആവശ്യമില്ലാത്തൊരു ഭൂമി അവിടുത്തെ ഗവൺമെൻറ് പോളിടെക്നിക്കിന് കിട്ടാൻ വേണ്ടി ഞാൻ നടപടികൾ നീക്കിയിട്ട് സാർ ഇപ്പോൾ 9 വർഷമായി. സാർ ഇപ്പോഴും അത് ലാൻഡ് ബാങ്കിൽ എത്തിയിട്ടില്ല. സാർ മുമ്പ് അതില്ലായിരുന്നു. ഇറിഗേഷൻ വകുപ്പ് ഒരു NOC കൊടുത്താൽ ആ ഭൂമി കിട്ടുമായിരുന്നു. ഇനി വേണമെങ്കിൽ ഇറിഗേഷൻ വകുപ്പിൻ്റെ NOC റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ കളക്ടറെ അറിയിച്ചാൽ ആ ലാൻഡ് ബാങ്കിൽ എത്താവുന്നതേ ഉള്ളൂ. സാർ എന്തൊരു വെള്ളരിക്കാ പട്ടണമാണ് സാർ. കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചൊരു നിയമമാണ് സാർ. ഇതൊക്കെ മാറ്റണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കളക്ടർമാരുടെ യോഗത്തിൽ കളക്ടർമാർക്ക് അടിയന്തരമായ അക്വിസിഷൻ നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം കൊടുത്തായിട്ട് ഞാൻ വായിച്ചറിഞ്ഞു. സാർ, കാലോചിതമായി മാറ്റങ്ങൾ വരുത്താൻ റവന്യൂ വകുപ്പ് തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത്തരം നൂലാമാലകൾ ഒഴിവാക്കി. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ഇത് അക്വിസിഷനുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വിഷയമാണെന്ന് തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമി പോളിടെക്നിക്കിന് ആവശ്യമായ രീതിയിലേക്ക് മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ ട്രാൻസ്ഫർ ലാൻഡ് എന്നതിലെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ആ വിഷയത്തെ സംബന്ധിച്ച് പരിശോധിക്കാം. ചോദ്യം നമ്പർ 541 ശ്രീ സണ്ണി ജോസഫ്, ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി. സാറേ, ഉണ്ട്. കേരളത്തിലെ ആദ്യ സംസ്ഥാന ദുരന്ത ലഘൂകരണ പദ്ധതി 7/9/2016 ചേർന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി യോഗം അംഗീകരിച്ചു. പ്രസ്തുത പദ്ധതി 9/9/2016 GO നമ്പർ 3667/2016 BMD പ്രകാരം സർക്കാർ അംഗീകരിച്ചു. 4 ലക്ഷ്യങ്ങളാണ് പ്രധാനമായും ഉള്ളത്. സാർ, ഒന്ന്, ദുരന്ത സാധ്യതകളെ മനസ്സിലാക്കുക. ദുരന്ത സാധ്യതകളെ ലഘൂകരിക്കുന്നതിനായി ഭരണതലത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തുക. ദുരന്ത അതിജീവനത്തിനാവശ്യമായ അളവിൽ സാമ്പത്തിക സഹായം ലഭ്യമാക്കുക. ദുരന്ത പ്രതികരണ സംവിധാനങ്ങളും ദുരന്ത ശേഷ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തുക. സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളെ ശക്തിപ്പെടുത്തുന്നതിന് 27 പരിപാടികൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രസ്തുത പദ്ധതിയുടെ ഏകോപനത്തിൽ ഈ പദ്ധതിയെ പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പുകളിൽ 15 പേരടങ്ങുന്ന ഒരു വെർച്വൽ കാഡർ, 20 വർഷ സർവീസ് ബാക്കിയുള്ള സന്നദ്ധ ഉദ്യോഗസ്ഥ സംഘം രൂപീകരിക്കാനും പ്രസ്തുത കാഡറിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് വിപുലമായ വിദഗ്ധ പരിശീലനം നൽകുവാനും ഉദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ വകുപ്പുകളുടെയും പദ്ധതി അടങ്കലിൻ്റെ 10% അതാത് വകുപ്പുകളുമായി ബന്ധപ്പെട്ട ദുരന്ത തയ്യാറെടുപ്പ്, പ്രതിരോധ പ്രതികരണ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കണമെന്നും ഈ പദ്ധതിയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്രീ സണ്ണി ജോസഫ്. സാറേ, പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ മനുഷ്യ നിർമ്മിത ദുരന്തങ്ങളും നമ്മളേറെ കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്താണ് കുറ്റ്യാടി പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാക്കൾ കുത്തൊഴുക്കിൽ മലവെള്ളപ്പാച്ചിലിൽ അവർ മരണപ്പെട്ടത്. അവിടെയൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ താമസമുണ്ടായി. മലവെള്ളപ്പാച്ചിൽ, ഒഴുക്ക്, അതിലെ തന്നെ പാറക്കെട്ടുകൾ, ഇതൊക്കെ ടെലിവിഷനിലെങ്കിലും കണ്ടവരാണ് നമ്മൾ. തേക്കടി ദുരന്തം, തട്ടേക്കാട് ബോട്ടപകടം തുടങ്ങിയ ശബരിമലയിലെ അപകടം, ഇതെല്ലാം കേരളം ഏറെ വേദനയോടെ ഏറ്റ ദുരന്തങ്ങളാണ്. ഈ ദുരന്തങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഇതിനെ സംബന്ധിച്ച് പഠിക്കാൻ കമ്മീഷനെ വയ്ക്കുകയും പരിഹാര മാർഗങ്ങൾ ആരായുകയും ചെയ്തു. എങ്കിൽ ഫലപ്രദമല്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കാനും ദുരന്ത നിവാരണ സേനയെ ശാക്തീകരിക്കാനും സാധിക്കണം. അതിനാവശ്യമായിട്ടുള്ള മെഷീനറീസ് ഇല്ല, മാൻ പവർ ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ആലോചിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട മെമ്പർ സണ്ണി ജോസഫ് ചൂണ്ടിക്കാണിച്ചത് കുറ്റ്യാടിക്കടുത്ത്, കുറ്റ്യാടി പുഴ അല്ലെങ്കിൽ കടതന്ത്രപ്പുഴ എന്നാണ് എനിക്ക് തോന്നുന്നു, ഉദ്ദേശിച്ച പശുക്കടവിലെ ദുരന്തമാണ്. ഇവിടെ 6 ചെറുപ്പക്കാരാണ് വളരെ പെട്ടെന്ന് ഈ കഴിഞ്ഞ മാസത്തിൽ നമ്മൾ കണ്ട കാലവർഷത്തിൽ
പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയവരാണ്. വളരെ പെട്ടെന്ന് വന്നു ചേർന്ന മലവെള്ളപ്പാച്ചിലിൽ അവരെല്ലാം ഒലിച്ചുപോയി. സുരക്ഷാ സംവിധാനങ്ങളെല്ലാം അവിടെ എത്തിക്കാൻ സമയം വേണ്ടി വന്നുവെങ്കിലും അതിനിടയിൽ തന്നെ പ്രാദേശികമായ ആളുകളുടെ ഇടപെടലുണ്ടായി. ഇതെല്ലാം ശ്രമിച്ചെങ്കിലും ഒരാളുടെയും ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയ മഹാദുരന്തമാണ് സാർ അവിടെ ഉണ്ടായത്. ആ ദുരന്തത്തെ തുടർന്നുള്ള നടപടികളൊക്കെ തന്നെ പിന്നീട് അങ്ങോട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. ബഹുമാനായ മെമ്പർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിൽ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് ഓരോ പ്രദേശങ്ങളും പ്രത്യേക സേനയെ വിന്യസിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലാത്തൊരു സാഹചര്യത്തിൽ ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമായി കണ്ടുകൊണ്ട് നമ്മുടെ ഓരോ പ്രദേശങ്ങളിലെയും പ്രത്യേകിച്ച് താലൂക്ക് യൂണിറ്റായോ പഞ്ചായത്തുകൾ യൂണിറ്റായോ എടുത്തുകൊണ്ട് ഇത്തരം കേന്ദ്രങ്ങളിൽ ദുരന്ത പ്രതികരണ സേനയെ സംവിധാനം അവർക്കാവശ്യമായ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന പൊതുവായ ആലോചന നടന്നു വരികയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ഈ ദുരന്തങ്ങളിൽ മരണപ്പെടുന്ന ആളുകളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ഒരു ഏകീകൃത പദ്ധതിയുണ്ടോ, മാനദണ്ഡങ്ങളുണ്ടോ? അതുപോലെ തന്നെ പരിക്ക് പറ്റുന്ന ആളുകളുണ്ട്, അവരെ ആരും ശ്രദ്ധിക്കാറില്ല. വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു വരുന്നത് മരണം സംഭവിക്കുന്നവരും അവരെ സഹായിക്കുന്ന ആവശ്യങ്ങളും ഗവൺമെൻറ് പരിഗണിക്കുമ്പോൾ തന്നെ ഗുരുതരമായ